കുറിച്ച്, അധസ്ഥിതനും ദലിതനും പീഡിതനും അധികാരം കൈയാളുന്ന സ്വപ്നഭൂമികയെക്കുറിച്ച്, ഒറ്റയ്ക്ക് നീന്തിക്കിടന്ന ദുരിതക്കടലിനെക്കുറിച്ച് ഒക്കെ ആ വാക്കുകൾ അനർഗളം ഒഴുകി. 10 വർഷം ഇത്ര വാക്കുകളും വിചാരങ്ങളും അടക്കി വയ്ക്കുമ്പോൾ എത്ര കഠിനമായ മൗനമാണ് ആ ഹൃദയം താങ്ങിയത്. മദനിക്ക് മുന്നിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ഓരോ വാക്കും ഹൃദയത്തിലേറ്റുവാങ്ങുന്ന 10,000-ങ്ങൾ വലിയൊരു സൂചനയാണ്. തീയിൽ വീണുരുകി തിളക്കമേറിയ തനിത്തങ്കം പോലെ സത്യവും ആത്മാർത്ഥതയും മദനി എന്ന പേരിനോട് ചേർന്ന് നിൽക്കുന്നു. കൈരളിയുടെ മനസാക്ഷി മദനിയോടൊപ്പവും എന്നതാണ് ആ സൂചന. ബഹുമാന്യനും നീണ്ട 9 വർഷക്കാലം ചെയ്യാത്ത കുറ്റത്തിന് കോയമ്പത്തൂർ ജയിലിൽ അടക്കപ്പെട്ട മാന്യ വ്യക്തിയുമായ ജനാബ് അബ്ദുൽ നാസർ മഅ്ദനി സാഹിബ് അവരുകളെ വേദിയിലെ സ്നേഹബഹുമാനങ്ങളുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. 9 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വസന്തം തീർക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കാലദൈർഘ്യമാണ്.
ആ കാലദൈർഘ്യം തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കുറ്റത്തിൻ്റെ പേരിൽ കൽത്തുറുങ്കിൽ ചെലവഴിക്കേണ്ടി വന്ന വർത്തമാന ഭാരതത്തിലെ നീതി നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരാളായിട്ടാണ് അബ്ദുൽ നാസർ മഅദനിയെ നമ്മളെല്ലാവരും കാണുന്നത്. മഅദനിയുടെ വിമോചനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളുടെ രാജ്യത്ത് യത്നിച്ചതും പോരാടിയതും മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര മനസ്സുള്ള നല്ല മനുഷ്യരായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കശ്മീരിലെ പത്രപ്രവർത്തകനായിരുന്ന ഇഫ്തിഖാർ ഗൈലാനി ഭീകരവാദത്തിന് ഒത്താശകൾ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ തിഹാർ ജയിലിൽ അടക്കപ്പെടുകയുണ്ടായി. മതജാതി വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഡൽഹിയിലെ പത്രപ്രവർത്തകന്മാർ നടത്തിയ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹത്തെ വിമോചിപ്പിക്കാൻ ഭരണകൂടം നിർബന്ധിതമാവുകയുണ്ടായി. 9 വർഷക്കാലത്തെ വിചാരണകൾക്ക് ശേഷം, മുടിനാരിഴകേറിയുള്ള അപഗ്രഥനങ്ങൾക്ക് ശേഷം, കോയമ്പത്തൂർ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നാരോപിക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിരുന്ന അബ്ദുൽ നാസർ മഅദനിക്കു വേണ്ടി ഈ രാജ്യത്ത് ആരൊക്കെയായിരുന്നു ശബ്ദമുയർത്തിയത്? കേരളത്തിൽ മഅദനി വിമോചന സമിതിയുടെ ചെയർമാന്റെ കസേരയിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു, ഒരു കുറിയ മനുഷ്യൻ. ഇന്ത്യയിലെ പത്രപ്രവർത്തകന്മാർക്ക് എന്നും മാതൃകയായി സ്വീകരിക്കാവുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ ശ്രീ BRP ഭാസ്കർ വളരെ മിതമായ ഭാഷയിലും പതുങ്ങിയ സ്വരത്തിലും അദ്ദേഹം മഅദനിയുടെ വിമോചനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പിറന്ന നാടിനെക്കുറിച്ചും ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചും എനിക്ക് വല്ലാത്ത അഭിമാനമാണ് തോന്നിയത്. അങ്ങനെ നിരവധി മനുഷ്യർ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പൗരമുഖ്യന്മാർ, അവരെല്ലാം മഅദനിക്കു വേണ്ടി അവസാന ഘട്ടങ്ങളിൽ ശബ്ദിച്ചു തുടങ്ങി. അദ്ദേഹം അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ നമ്മളെല്ലാവരും പലതും കരുതിയിരുന്നു. അദ്ദേഹത്തിന് പങ്കുണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് സംശയിച്ചവരുണ്ടായിരുന്നു. എന്നാൽ എല്ലാ സംശയങ്ങളുടെയും പുകമറകൾ ഇല്ലാതാക്കിക്കൊണ്ട് 9 വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു. ആ 9 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തവർക്കും അദ്ദേഹത്തിനു മേൽ ആക്ഷേപങ്ങളുടെ പേമാരികൾ ചൊരിഞ്ഞവർക്കും സാധിക്കുമോ? നീതിപീഠങ്ങൾക്കാകുമോ അദ്ദേഹത്തിൻ്റെ 9 വർഷക്കാലത്തെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കൊടുക്കാൻ? ഒരിക്കലുമാകില്ല. ഒരു രാജ്യം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ കാണിക്കയിൽ എല്ലാം നഷ്ടപരിഹാരമായി നൽകിയാലും 9 വർഷക്കാലത്തെ മഅദനിക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിന് അവയൊന്നും സമാനമാകില്ല എന്ന് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം. ഡിലേയ്ഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ്. കാലതാമസം നേരിട്ട് ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ്. നീതി നിഷേധിക്കപ്പെട്ടു അബ്ദുൽ നാസർ മഅദനിക്ക്. എല്ലാ മനുഷ്യർക്കും പിശകുകൾ സംഭവിക്കാറുണ്ട്. പിശകുകൾ സംഭവിക്കാത്ത മനുഷ്യർ എവിടെ ഈ ലോകത്ത്? ഒരിക്കലെങ്കിലും സ്ലിപ്പ് സംഭവിക്കാത്ത മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? ആ പിശകുകൾക്ക് മഅദനിക്ക് സമൂഹം കൽപ്പിച്ച ശിക്ഷയും ഈ രാജ്യത്തുള്ള ഭരണകൂട ഭീകരത കൽപ്പിച്ച ശിക്ഷയും എന്തുമാത്രം ഭീകരവും ബീഭത്സവുമായിരുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. അടിച്ചമർത്തപ്പെടുകയും വിമോചനത്തിനു വേണ്ടി ഇക്കാലം എത്രയും കാതുറക്കുകയും ചെയ്യുന്ന ഒരു ജനതക്ക് വിമോചനത്തിൻ്റെ മന്ത്രം അദ്ദേഹം ചൊല്ലിക്കൊടുത്തപ്പോൾ പദങ്ങളിലെ തീവ്രതയെക്കുറിച്ചും അതിൻ്റെ മറ്റു പല വശങ്ങളെ സംബന്ധിച്ചുമുള്ള ആലോചനകളായിരുന്നില്ലേ നമ്മളുടെ മനസ്സിൽ എവിടെയും? ഞാൻ ഓർക്കുന്നു, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതിവാദിയായിരുന്ന ബാബ ആംതെയുടെ ഭാരതയാത്രയെക്കുറിച്ച്. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ